ടർബോ മിന്നിച്ചോണ്ടിരിക്കല്ലേ പോലെ. ടർബോ ഭയങ്കര പടമല്ലേ. ടർബോ മിന്നി കേറാണ്. എങ്ങനെയുണ്ട് മമ്മൂക്ക ടോട്ടൽ പെർഫോമൻസ്? മമ്മൂക്ക നല്ല കിടിലനായിട്ട് അഭിനയിച്ചിട്ടില്ലേനോ? എന്ത് രസം കാണാനായിട്ട്. 73 വയസ്സുകാരൻ്റെ ഒരു പ്രകടനം നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങൾ ഇവിടെ പടം കാണാൻ വന്നേക്കണ എല്ലാവരുടെ അടുത്തും നിങ്ങൾ ചോദിച്ചിട്ട് ആരെങ്കിലും ഒരു നെഗറ്റീവായിട്ട് ആ പടത്തിനെ പറ്റി പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ? ഒരു മനുഷ്യൻ പറയില്ല. അത് അങ്ങനെയാണ് അത് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി തന്നെ തയ്യാറാക്കിയ ഒരു കഥയും അദ്ദേഹത്തിന്റെ എന്താ പറയാ മാനറിസം മനസ്സിലാക്കിയിട്ട് ചെയ്തേക്കുന്ന ഡയറക്ഷനും ആ വർക്ക് തന്നെ. നിങ്ങൾ മമ്മൂട്ടി കമ്പനിയല്ലേ ആ പടം നിർമ്മിച്ചേക്കണേ? എന്ത് ഭംഗിയായിട്ടാണല്ലേ ആ മമ്മൂക്ക അതിൻ്റെ അകത്ത് അഭിനയിച്ചേക്കുന്നത്. ഒരു 73 വയസ്സുകാരൻ്റെ പ്രകടനമാണ് അതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നത്. ആണോ? നിങ്ങളൊക്കെ പടം കണ്ട ആളുകളല്ലേ? ഞാനിപ്പോൾ ആദ്യം വന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് ഒന്ന് കാണാനൊരു ആഗ്രഹം കൊണ്ട് ഞാനിങ്ങോട്ട് വന്നതാണ്. മനസ്സിലായ? അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ പടം മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക. നമ്മൾ പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഈ പടത്തിന് എന്താണ് സംഭവം, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നമ്മളെ പടം എന്താ പറയുക, ട്രെയിലർ ഇറങ്ങിയപ്പോൾ തുടങ്ങി നമുക്ക് ഭയങ്കര ആകാംക്ഷയോടുകൂടി കാണാൻ വേണ്ടി ഇരുന്നൊരു പടമാണ് ടർബോ ജോസിൻ്റെ മിന്നുന്ന പ്രകടനം അല്ലേ? നിങ്ങൾ കണ്ടതല്ലേ? എന്ത് രസമായിട്ടാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. ഞാൻ ചോദിക്കണേ, ഈ അറ്റ്മോസിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണല്ലോ. അപ്പൊ അറ്റ്മോസിലാണോ ഇതിന്റെ ശരിക്കും എഫക്ട് കാണുന്നത്? അത് ശരിക്കും പിന്നെ അങ്ങനെയല്ലേ. പോരാത്തതിന് യൂത്തന്മാര് ഫാൻസുകാരൊക്കെ വളരെ ഗംഭീരമായിട്ട് ഏറ്റെടുത്തില്ലേ ഈ പടം. സ്ത്രീകൾ ഏറ്റെടുത്തില്ലേ? ഇന്ന് ഞായറാഴ്ചയായിട്ട് കുടുംബപ്രേക്ഷകല്ലേ? ഇപ്പൊ ഇവിടെ പല ആളുകളും പല വമ്പൻ ചാനലുകാരൊക്കെ പറഞ്ഞ് ഭയങ്കര മോശപ്പെട്ട രീതിയിൽ ഇതിനെ എന്താ പറയാ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടൊക്കെ നോക്കി. അതിനൊക്കെ വല്ല ബലം ഉണ്ടായോ? എന്തെങ്കിലും ബലം കണ്ടോ? ഒന്നുമില്ല. അത് അവരവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ. പക്ഷെ ജനങ്ങളുണ്ട് ഇവിടെ, കുറെ സിനിമ ആസ്വാദകരും സിനിമ പ്രേക്ഷകരൊക്കെ ഉണ്ട്, കുടുംബ പ്രേക്ഷകരുണ്ട്. അവര് തീരുമാനിക്കും പടം എങ്ങോട്ട് പോകണം, പടം ഏത് രീതിയിൽ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് വളരെ വ്യക്തമായിട്ട് തീരുമാനിക്കും. മോനെ, സിമ്പിൾ ലോജിക്കല്ലേ? അങ്ങനെ തന്നെയാണ് സംഭവം. അല്ലാതെ വേറെ ഇനി ഇവിടെ കിടന്നിട്ട് എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല, ഒരു പ്രയോജനം. മനഃപൂർവ്വം വ്യൂസ് കൂട്ടാൻ വേണ്ടി ചെയ്യണമാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരുപാട് വ്യൂസ് ഉള്ള ചാനലേഴ്സ് ഒക്കെ ഇല്ലേ, ഒരുപാട് എന്താ പറയാ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ചാനൽ, അവരൊക്കെ ചില ഇതൊക്കെ കണ്ടിട്ട് പറയണ. അവരിപ്പോൾ നമ്മളൊരു സാധാരണക്കാരനാണ്. നമ്മൾ ഒരു പടം, ലാലേട്ടൻ്റെ പടമാണെങ്കിലും മമ്മൂക്കാടെ പടമാണെങ്കിലും അത്യാവശ്യം നമുക്ക് കാണുന്ന ആളുകൾ, നമുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്റ്റാറില്ലേ, അവരുടെയൊക്കെ പടങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന് കാണും. ഇവരൊക്കെ ഇത് കണ്ടിട്ടാണോ ഇതിനെപ്പറ്റി ഇപ്പോൾ കമൻറ്റുകൾ പറയുന്നത്? എന്ത് മോശപ്പെട്ട രീതിയിലാണ് പറയുന്നത്? എന്താ ഒരാൾ എഴുതിയിട്ടുണ്ടെന്ന് പുള്ളിങ് പോരാ അങ്ങനെയൊക്കെ എഴുതിയിട്ടില്ലേ? എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. 73 ആയിക്കോട്ടെ, 73 വയസ്സുകാരൻ ഒരു 37 വയസ്സുകാരൻ്റെ പ്രകടനമല്ലേ മക്കളെ അതിൽ കാണിച്ചേക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ഭംഗിയായിട്ടാണ്. ഒന്ന് ആലോചിച്ച് അവനെ എന്ത് ചെയ്യണം. അവനൊക്കെ നമ്മുടെ അതായത് നമ്മളൊക്കെ സാധാരണ സിനിമ പ്രേക്ഷകരല്ലേ, നമ്മൾ കൂലിപ്പണിയൊക്കെ ചെയ്തിട്ട് ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു പടം റിലീസ് ചെയ്യുന്ന ദിവസം വന്നിരുന്ന് നമ്മൾ ആ പടമൊക്കെ കണ്ട് നമ്മുടെ മനസ്സിനൊന്ന് സന്തോഷപ്പെടുത്തി, അങ്ങനെയൊക്കെയല്ലേ ജീവിതം മനുഷ്യൻ്റെ. ഇതിരുന്ന് പടം കാണാതെ ഇവനിക്കൊക്കെ എവിടെന്നെങ്കിലും വല്ല ഇത് കിട്ടുന്നു. അപ്പൊ പിന്നെ ഇനി ഏത് പടമാണ് നല്ലതെന്ന് പറയുന്നത്? ഒന്ന് ആലോചിക്കും. ഇവരൊക്കെ ഏത് പടമാണ് ഇനി നല്ലതെന്ന് പറയുന്നത്? എന്ത് ഇതിപ്പോ നമ്മൾ ഉദ്ദേശിച്ചത് പോലെയൊന്നുമല്ല. പടം ഭയങ്കരമായിട്ട് വേൾഡ് വൈഡ് റിലീസിലായിരുന്നാ. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ 50 കോടിയൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പൊ ടർബോ ജോസിന്റെ മിന്നുന്ന പ്രകടനം ഈ പറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ വെറുതെ ആയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ നെഗറ്റീവ് പറഞ്ഞ ആളുകളൊക്കെ വളരെ അവരൊക്കെ എങ്ങനെ ഇനി അവരൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആരെങ്കിലും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇദ്ദേഹം ഇത് ഇത്ര നല്ല മഹത്തായ എന്ത് സ്ക്രിപ്റ്റല്ലേ, മിഥുൻ മാനുവൽ തോമസ്. എന്ത് രസമായിട്ടാണ് അദ്ദേഹം അത് എഴുതിയേക്കുന്നത്. പുലിമുരുകനെ പോലെ മെഗാ ഹിറ്റടിച്ച സംവിധായകൻ വൈശാഖാണ് അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ക്യാമറ, എന്താ പറയുക, അതിൻ്റെ സ്റ്റണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര എന്തോരം മറ്റുള്ള നാടുകളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ വന്നാണ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചേക്കുന്നത്. ഏതെല്ലാം ഭാഷയിലുള്ള തമിഴ്, തെലുങ്ക്, കന്നഡ അല്ലേ? അവിടത്തേക്ക് ഇപ്പം അതിൻ്റെ തന്നെ വില്ലനെ ഒന്ന് ആലോചിച്ച് നോക്കി. രാജ്ബി ഷെട്ടി എന്ന് പറഞ്ഞ കർണാടകയിലെ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. ഇപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിനെ പറ്റി അറിഞ്ഞു തുടങ്ങിയത്. അദ്ദേഹത്തിന് നമ്മളിപ്പോൾ റീൽസൊക്കെ കാണുമ്പോൾ എത്രയോ നല്ല നല്ല പടങ്ങളാണ് അദ്ദേഹം. എന്ത് രസമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ റോള് കൈകാര്യം ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഇവർ കാണുന്നില്ലേ? ഇതൊക്കെ ഇവർ കണ്ടിട്ടാണോ ഇതിന് നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നത്? എന്ത് ഭംഗിയായിട്ട് അവരൊക്കെ ചെയ്തേക്കുന്നത്. മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ മമ്മൂട്ടിക്കോടൊപ്പം തോളൊപ്പം നിന്ന് അഭിനയിച്ചൊരു വില്ലനല്ലേ അദ്ദേഹം, രാജ്ബി ഷെട്ടി. എന്ത് ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. സിനിമ കണ്ടിറങ്ങുന്ന ആളുകളുടെ അടുത്ത് നിങ്ങൾ റിവ്യൂ ചോദിക്കുക. അവർ നല്ല സത്യസന്ധമായിട്ട്, ഫാമിലി ഓഡിയൻസ് നല്ല സത്യസന്ധമായിട്ട് പറയും. അത് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാം. മനസ്സിലായില്ലേ? നിങ്ങളുടെ മീഡിയ വഴി നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാം. നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, പടങ്ങൾ നല്ല വിജയിക്കട്ടെ. മമ്മൂക്കാക്ക് ബിഗ് സല്യൂട്ട്. എന്തായാലും
ടർബോ അടിപൊളി വമ്പൻ കളക്ഷനിലേക്ക് വരത്തി. ഓക്കെ, താങ്ക് യു.